നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് മത്സരിക്കില്ല. കുന്നംകുളത്ത് എ സി മൊയ്തീനും മണലൂർ സി രവീന്ദ്രനും മത്സരിക്കും. CPIM സംസ്ഥാന സമിതിയിലാണ് തീരുമാനം. നിലമ്പൂർ, പെരിന്തൽമണ്ണ, പാലക്കാട്, മങ്കട മണ്ഡലങ്ങളിൽ പൊതു സ്വതന്ത്രർ മത്സരിക്കും. പി സരിന് പാലക്കാട് സീറ്റ് നൽകില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാലക്കാട്ട് പിന്നീടുണ്ടാകും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരം ചെയ്യുന്നു. ശ്രീജിത്ത്, നമുക്ക് ലഭിക്കുന്ന ചിത്രം അതെങ്ങനെയാണ്? സുഹൈൽ, CPIM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ച നടന്നു. സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന സമിതി യോഗത്തിൽ അവതരിപ്പിച്ചു. നേരത്തെ 24 റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് കാര്യമായ മാറ്റങ്ങളോ വ്യത്യാസമോ ഒന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാ സെക്രട്ടറിമാരിൽ ഒരാൾക്ക് കൂടി സ്ഥാനാർത്ഥിയായി അവസരം കിട്ടിയെന്നുള്ളതാണ്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ കൊല്ലം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന S ജയമോഹൻ സ്ഥാനാർത്ഥിയാകും. എന്നാൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറിന് സീറ്റില്ല. അരൂരിലും കായംകുളത്തും R നാസറിന്റെ പേര് പരിഗണിച്ചെങ്കിലും കായംകുളത്ത് U പ്രതിഭയും അരൂരിൽ ദലീമ ജോജയും സിറ്റിംഗ് MLA-മാർ തുടരട്ടെ എന്നാണ് CPIM സംസ്ഥാന സമിതിയുടെ തീരുമാനം. എറണാകുളം ജില്ലയിൽ വൈപ്പിനിലാണ് ഒരു മാറ്റമുണ്ടായിരിക്കുന്നത്. വൈപ്പിനിലെ MLA ആയിരുന്ന KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റി. നേരത്തെ നമ്മൾ ആ വിവരം പുറത്തുവിട്ടതാണ്. സാമുദായിക സന്തുലനം കൂടി പരിഗണിച്ചാണ് വൈപ്പിനിൽ നിന്ന് KN ഉണ്ണികൃഷ്ണനെ തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റിയത്. വൈപ്പിനിൽ സിറ്റിംഗ് സീറ്റായ വൈപ്പിനിൽ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത് മഹിളാ അസോസിയേഷൻ നേതാവായ MP ഷൈനിയാണ്. തൃശൂരിൽ മണലൂർ സീറ്റിലേക്ക് മുൻ മന്ത്രി C രവീന്ദ്രനാഥ് വീണ്ടും മത്സരിക്കും. നേരത്തെ പുതുക്കാടിനെയും കൊടകരെയും പ്രതികരിച്ച C രവീന്ദ്രനാഥ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർലമെന്റ് രംഗത്തേക്ക് കടന്നു വരികയാണ്. കുന്നംകുളത്ത് സിറ്റിംഗ് MLA AC മൊയ്തീൻ തന്നെ തുടരാനാണ് തീരുമാനം. മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ മലപ്പുറത്ത് പൊന്നാനിയിൽ വഖഫ് ബോർഡ് ചെയർമാനായ MK സക്കീറിനെ തന്നെ മത്സരിപ്പിക്കാൻ CPIM തീരുമാനിച്ചു. അത് വിജയസാധ്യത പരിഗണിച്ചാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത്. തവനൂരിൽ 4ാം തവണയും ഡോക്ടർ KT ജലീലിനെ തന്നെ മത്സരിപ്പിക്കും. അവിടെ മറ്റു പേരുകൾ പരിഗണിക്കേണ്ടതില്ല തീരുമാനിച്ചു. എന്നാൽ നിലമ്പൂരിലും പെരിന്തൽമണ്ണയിലും മങ്കടയിലും പൊതു സ്വതന്ത്രരെ തേടാനാണ് തീരുമാനം. സ്വതന്ത്ര ആരാണെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനത്തേക്ക് എത്തിയിട്ടില്ല. കണ്ണൂരിൽ നേരത്തെ ചർച്ച ചെയ്ത പ്രകാരം തളിപ്പറമ്പിൽ PK ശ്യാമളയും തലശ്ശേരിയിൽ കാരായി രാജനും തന്നെ മത്സരിക്കും. ഇരിട്ടിയിലെ സ്ഥാനാർത്ഥി സംബന്ധിച്ചാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. കാസർഗോഡ് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ VPP മുസ്തഫ ആയിരിക്കും മത്സരിക്കുക. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ മുൻ ഏരിയ സെക്രട്ടറിയായ SL സജികുമാർ മത്സരിക്കും. അവിടെ മത്സരിക്കാനില്ല എന്ന കാര്യം സംസ്ഥാന സമിതി അംഗമായ J മേഴ്സിക്കുട്ടിയമ്മ യോഗത്തിൽ അറിയിച്ചു. അങ്ങനെ തർക്കങ്ങളില്ലാതെയാണ് കൊല്ലത്ത് കുണ്ടറയിലെ തീരുമാനത്തിലേക്ക് വരുന്നത്. പൊതുവിൽ നേരത്തെ പുറത്തു വന്ന ലിസ്റ്റ് പ്രകാരമുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സുഹൈൽ, എന്തായാലും കരുതുന്ന പോലെ വലിയ മാറ്റങ്ങളില്ലാത്ത ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന സമിതിയാണ് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയത്. ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.